ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ബീച്ച് വരെ പോവാണ്, മംസാർ ബീച്ചിലേക്ക്. അപ്പോൾ അമ്മ വന്നതല്ലേ, എന്തായാലും നമ്മൾ അവിടേക്ക് ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ദുബായ് മോളൊക്കെ പോകാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പക്ഷേ ശരത്തേട്ടന് നാളെ ഒരു ഡ്യൂട്ടി ഉണ്ട്. നാളെ സാറ്റർഡേ സൺഡേ ശരിക്കും ഓഫാണ്. പക്ഷെ നാളെ ഒരു എന്താണ് ശരത്തേട്ടൻ, എന്താ ഡ്യൂട്ടിയാണ്? നാളെ പെർമിറ്റ് ഉണ്ട്, സൈറ്റ് പെർമിറ്റ്. അത് സാറ്റർഡേ സൺഡേ അല്ല ഓഫ് വരുന്നത്. അപ്പൊ ആ ദിവസങ്ങളിൽ ആണ് സാധാരണ ഈവനിങ്ങിലല്ലേ പെർമിറ്റ് കിട്ടാറ്. നാളെ പക്ഷെ ശരത്തേട്ടന് രാവിലെ ഒരു 6-6:30 പോകണം. അപ്പോൾ ദുബായ് മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാമല്ലോ, തീരെ വയ്യാതെയാവും, കുറേ നടക്കാനുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളത് അടുത്ത ആഴ്ചക്ക് മാറ്റിയിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് മംസാർ ബീച്ചിലേക്കാണ് പോകണം. ഓക്കെ, അപ്പോൾ ഋതു അവിടെ ഇരിക്കുന്നുണ്ട്. ചിരിച്ച ഋതു, ഇപ്പോൾ ഒരാഴ്ചയായില്ലേ നമ്മളിങ്ങോട്ട് ദുബായിക്ക് വന്നിട്ട്. അമ്മയ്ക്ക് എന്ത് മാറ്റാമ്മ തോന്നുന്നു? ശരിക്കും പറഞ്ഞാൽ ഈ ഒരാഴ്ച ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഈ 8 വട്ടത്തേക്ക് കറങ്ങുമായിരുന്നു. നമ്മള് ദുബായ് കറങ്ങല് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വർക്കുള്ള കാരണം പെട്ടെന്ന് വന്ന ഒരു വർക്കാണത്. ഇപ്രാവശ്യം നമ്മൾ പോകുമ്പോൾ വലിയ ട്രാഫിക്കോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും ഞാൻ ട്രാഫിക് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഇന്ന് നമ്മൾ സ്മൂത്തായിട്ട് തന്നെ നമ്മൾ മംസാർ ബീച്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എത്തിയപ്പോൾ ഇതായിരുന്നു കേട്ടോ അവസ്ഥ. അവിടെ ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. കാരണം എന്തൊക്കെ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനിതിൻ്റെ മുന്നേ ഗൾഫ് ന്യൂസിൽ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കുറച്ച് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാനുള്ള കുറച്ച് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ മംസാർ ബീച്ചിൽ വരാൻ വേണ്ടിയുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, പിന്നെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ വർക്കാണ് തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ടെമ്പററി ബീച്ച് ആക്സസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ഗ്യാപ്പ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ അമ്മ 2 മാസം ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമുക്ക് വരാമെന്നുള്ള പ്ലാൻ ചെയ്തു. പിന്നെ എന്തായാലും നമ്മളൊന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ വേറെ സ്ഥലത്തൊന്നും നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റില്ല. കാരണം നാളെ ശരത്തേട്ടന് ഓഫീസുണ്ട്, നേരത്തെ തന്നെ പോകേണ്ടതുമല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും റൂമിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് ദുബായിലെ ഷെയ്ഖ് സാദ് റോഡ് വഴി ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരാം. ദുബായിയുടെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾക്കൊന്ന് കാറിൽ കാണാം. എന്തായാലും നമ്മൾ നെക്സ്റ്റ് വീക്ക് ദുബായ് മോളും ബുർജ് ഖലീഫ, ഡൗൺ ടൗൺ എല്ലാതും നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ പോണതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് റൂമിൽ എത്താമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു റൗണ്ട് ചെയ്തു കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാം. നമ്മളെ ഈ ഒരു ഫ്യൂച്ചർ മ്യൂസിയം ആണെന്നുണ്ടെങ്കിലും ബുർജ് ഖലീഫയും ദുബായ് മോളും പിന്നെ അവിടെയുള്ള എല്ലാ ബിൽഡിങ്സിലും ഒരു പ്രത്യേക ഒരു ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആണല്ലോ. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാനാണെങ്കിലും ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഇത്രയ്ക്കധികം അതിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂടിയും എപ്പോൾ കണ്ടാലും ഒരു അത്ഭുതത്തോട് കൂടിയിട്ടുണ്ട് ഞാനിപ്പോഴും ഇരിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമാണ്. രാത്രി ഈ ഒരു ഏരിയയിൽ കൂടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഷോർട്സിന് വേണ്ടിയിട്ടുള്ള കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ വെച്ചു. അതിന് പറ്റിയുള്ള പാട്ട് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും അത് കാണുക. അപ്പോൾ അതായത് നമ്മൾ ദുബായ് മാളിൻ്റെ അതിൽ കൂടെയാണ് കേട്ടോ അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തായാലും നമ്മൾ ഇനി ശരത്തേട്ടന് ഈ ഒരു സാറ്റർഡേ സൺഡേ വർക്ക് ഉണ്ടായ കാരണം തന്നെ മൺഡേ ഒക്കെ ഓഫായിരിക്കും. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ പോകുന്നുണ്ടായിരിക്കും അവിടേക്കൊക്കെ. അപ്പോൾ നമ്മളവിടേക്ക് കറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് വേൾഡിൽ വന്ന് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും അമ്മയ്ക്ക് ഇവിടുന്ന് ബർഗർ വാങ്ങിക്കൊടുക്കുക. കാരണം ഞാൻ ഇവിടുന്ന് ബർഗർ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു, ഞാൻ ശരത്തേട്ടനോട് പറഞ്ഞു അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടമാവും ഈ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾ നേരെ ജ്യൂസ് വേൾഡിലേക്ക് വന്നു. അപ്പോൾ ജ്യൂസ് വേൾഡിൽ പോയിട്ട് നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തൊന്നും കാണിച്ചില്ല കേട്ടോ. ഞാനും അമ്മയും സിംഗർ ബർഗർ കഴിച്ചു, ശരത്തേട്ടൻ ക്ലാസിക് ബർഗർ. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇവിടുത്തെ ബർഗർ. ഋതു ആണെങ്കിൽ ഒരു അവക്കാഡോയുടെ ജ്യൂസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത്, ഇത് ഒറിജിനൽ ഫ്രൂട്ട്സ് ആണ് കേട്ടോ. മാംഗോയും അവക്കാഡോസും ഓറഞ്ചും വെച്ചിട്ട് എന്ന് പോയാലും ഇവർ സംഭവങ്ങൾ ഉണ്ടാവുമായിരിക്കും. ഒറിജിനൽ ഫ്രൂട്ട്സ് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നേരം റോഡ് സൈഡിൽ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കാറിൽ കയറിയത്. പിന്നെ മുകളിൽ കാണുന്ന ഈ ഒരു സംഭവമില്ല, അതിൽ കൂടെയാണ് നമ്മൾ മെട്രോ ഒക്കെ പോവുക. അല്ല, എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അറിഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ജ്യൂസ് വേൾഡിൽ പോകുമ്പോൾ ഈ ഒരു റോഡ് സൈഡിലുള്ള ആ ഒരു വ്യൂ കാണുന്ന രീതിയിലാണ് നമ്മൾ ഇരിക്കുക. കാരണം ഋതു കുറച്ചും കൂടിയും ഒതുങ്ങിയിരിക്കുക ആ ഒരു ഭാഗത്താണ്. അങ്ങനെയാണെങ്കിൽ അവന് കാറ് കാണാം, മെട്രോ കാണാം, അതൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൾ കുറേ നേരം അങ്ങനെ ഒതുങ്ങിയിരുന്നോളൂ. അപ്പം നമ്മളെപ്പോൾ പോയി കഴിഞ്ഞാലും അവിടുത്തെ സീറ്റ് ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചിട്ടാവും പോവുക. എന്താ ഭാഗ്യത്തിന് എല്ലാ പ്രാവശ്യം പോകുമ്പോഴും അവിടെ നമ്മൾ സീറ്റ് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ കാറിൽ കയറിയത്. ഇപ്പോൾ ദുബായിൽ നല്ല രീതിയിൽ ചൂട് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പണ്ടെന്ന് പറയുമ്പോൾ 1 മാസം മുന്നേയൊക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ ഇറങ്ങുമ്പോൾ ഭയങ്കര ഹ്യൂമിഡിറ്റി ആയിരുന്നു. പക്ഷെ അതിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ ചൂട് നല്ല രീതിയിൽ കുറവാണ് കേട്ടോ. പക്ഷെ അമ്മ പറയും ഇപ്പോഴും നല്ല ചൂട് കൂടുതലാണല്ലോ, അമ്മ ഇപ്പോഴാണല്ലോ വന്നിട്ടുള്ളത്, അമ്മയ്ക്ക് ഭയങ്കര ചൂട് കൂടുതൽ പോലെ തോന്നുന്നുണ്ട് ഇവിടെ. ഇത് ഞാൻ ശരിക്കും ഇവരെ രണ്ടുപേരും അവിടെ നിർത്തിയിട്ട് ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, ഞാൻ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് എടുപ്പിച്ചൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ് നേരെ രാത്രി ഒരു 10-11 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു റൂമിലെത്തുമ്പോൾ. ഋതു അപ്പോഴും ഭയങ്കര ഫുൾ പവർ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ.